നടിമാർ പരാതി നൽകി എന്ന നടൻ ഉണ്ണിമുകുന്ദന്റെ ആരോപണം മുൻ മാനേജർ വിപിൻ കുമാർ നിഷേധിക്കുന്നു. നടിമാർ തനിക്കെതിരെ നൽകിയെന്ന പരാതിയെക്കുറിച്ച് അറിയില്ലെന്നും അമ്മയോ ഫെഫ്കയോ തന്നോട് ഇതുവരെ വിശദീകരണം തേടിയിട്ടില്ലെന്നും വിപിൻ കുമാർ പറയുന്നു. അതിനിടെ മർദ്ദിച്ചെന്ന പരാതിയിൽ മുൻ മാനേജർക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കാനാണ് ഉണ്ണിമുകുന്ദന്റെ പുതിയ നീക്കം. നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. നിതിൻ, ഗുഡ് മോർണിംഗ്. നിതിൻ, യഥാർത്ഥത്തിൽ ആര് പറയുന്നതാണ് നേരെ എന്നെങ്ങനെയാണ് അറിയുക? എസ്കെൻ, ഗുഡ് മോർണിംഗ്. നിലവിലിപ്പോൾ ഉണ്ണിമുകുന്ദൻ കഴിഞ്ഞ ദിവസമാണ് വാർത്താ സമ്മേളനം നടത്തി തന്റെ ഭാഗം വിശദീകരിച്ചത്. കോടതി മുൻകൂർ ജാമ്യം അത് തീർപ്പാക്കിയതിന് പിന്നാലെയാണ് നേരിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഈ കാര്യം വിശദീകരിച്ചത്. അതിനു മുമ്പ് തന്നെ നമ്മളടക്കമുള്ള മാധ്യമങ്ങളെല്ലാം തന്നെ ഉണ്ണിമുകുന്ദന്റെ പ്രതികരണം തേടിയിരുന്നു, പക്ഷേ പ്രതികരിക്കാൻ തയ്യാറായില്ല. എന്തായാലും കോടതി മുൻകൂർ ജാമ്യം തീർപ്പാക്കിയതിന് പിന്നാലെയാണ് ഇന്നലെ തന്റെ ഭാഗം വിശദീകരിക്കാൻ വന്നത്. അതിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്, രണ്ട് നടിമാർ വിപിൻ കുമാറിനെതിരെ പരാതിയുമായി രംഗത്ത് വന്നിരുന്നു. ഫെഫ്കെ അടക്കമുള്ളവർക്ക് അത്തരം പരാതി നൽകിയിരുന്നു എന്നാണ് വിപിൻ കുമാറിനെതിരെ ഉണ്ണിമുകുന്ദൻ നടത്തിയ ആരോപണം. പക്ഷേ ആരോപണം പൂർണ്ണമായും തെറ്റാണ്, അടിസ്ഥാനരഹിതമായ ആരോപണമാണ്. തൻ്റെ ഇത്തരമൊരു പരാതി ഇപ്പോൾ അത് ഈ ഒരു ഘട്ടത്തിൽ ഉന്നയിക്കുന്നത്, താൻ ഉന്നയിച്ച പരാതി അത് വഴിതിരിച്ചുവിടാനുള്ള നീക്കമായിട്ടാണ് കണക്കാക്കുന്നത്. അമ്മയോ അല്ലെങ്കിൽ ഫെഫ്കയോ ഇതുമായി ബന്ധപ്പെട്ട് തന്നോട് ഇതുവരെ വിശദീകരണം ചോദിച്ചിട്ടില്ല. മാത്രമല്ല, ഇത്തരമൊരു പരാതിയെക്കുറിച്ച് തനിക്ക് അറിവില്ല എന്നാണ് വിപിൻ കുമാർ വ്യക്തമാക്കുന്നത്. എന്തായാലും നാളെ ഫെഫ്കയ്ക്ക് മുന്നിൽ ഹാജരാകുകയാണ്. നിലവിലുണ്ടായ സംഭവവികാസങ്ങളും അതോടൊപ്പം തന്നെ നരിവേട്ട എന്ന സിനിമയെ പ്രശംസിച്ച് പോസ്റ്റ് ഇട്ടതിനാലാണ് മാനേജർ സ്ഥാനത്തും തന്നെ ഒടുവിലായി നീക്കിയ സംഭവത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ കാരണമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതിനു മുൻപ് ഈ സിനിമകൾ പരാജയപ്പെട്ടതിനും അതോടൊപ്പം തന്നെ പുതിയ പ്രൊജക്ടുകൾ ലഭിക്കാത്തതിന്റെ മാനസിക നിരാശ തന്നോട് തീർത്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നാളെ ഫെഫ്കയ്ക്ക് മുന്നിൽ വിശദീകരിക്കാനാണ് വിപിൻ കുമാറിന്റെ നീക്കം. ഏറ്റവും ഒടുവിലായി ഉന്നയിച്ച ഉണ്ണിമുകുന്ദന്റെ ആരോപണം പൂർണ്ണമായും നിഷേധിക്കുന്നു. അതോടൊപ്പം തന്നെ ടൊവിനോയെ ഇതിൽ അനാവശ്യമായി വലിച്ചേക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. നിലവിലെ സംഭവവികാസങ്ങളെ വഴിതിരിച്ചു വിടാനുള്ള നീക്കമായിട്ടാണ് ഇതിനെ വിപിൻ കുമാർ കരുതുന്നത്. തന്റെ പരാതിയിൽ ടൊവിനെക്കുറിച്ചുള്ള പേരോ അല്ലെങ്കിൽ അത്തരം പരാമർശമോ ഇല്ല, മറിച്ച് തനിക്ക് നേരിട്ട അനുഭവങ്ങൾ, പ്രത്യേകിച്ചും മാനസിക നിരാശ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. ഒരു സംശയം താങ്ക് യു നിതിൻ അംബുജൻ.